മാരുതി സുസുക്കി ഈ വിറ്റാരയുടെ രൂപം കണ്ടു, അല്ലെങ്കിൽ വണ്ടി എങ്ങനെയുണ്ടെന്ന് മനസ്സിലായി, അതിൻ്റെ കാര്യങ്ങൾ കണ്ടു, സൺറൂഫ് കണ്ടു, ഗ്ലാസ് കണ്ടു, ക്യാമറ കണ്ടു, എല്ലാം കണ്ടു. പക്ഷേ ഈ വണ്ടി ചാവി ഓൺ ചെയ്ത് കഴിയുമ്പോൾ, അതായത് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ക്ലസ്റ്ററും അതിൻ്റെ കൂടെ മൾട്ടിമീഡിയ ഇൻഫോടൈൻമെൻറ്റ് സ്ക്രീനും ഓണായി വരുന്നത് എങ്ങനെ കണ്ടില്ലല്ലോ, 360 ക്യാമറ കണ്ടില്ലല്ലോ, പിന്നെ ക്യാമറയുടെ ആംഗിൾസ് കണ്ടില്ലല്ലോ. ഇതിനകത്ത് എല്ലാം, അതായത് അഡാസിൻ്റെ കാര്യങ്ങളും, അതല്ലെങ്കിൽ ബ്ലൂടൂത്തും, അതല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേയും, വെഹിക്കിൾ ഇൻഫർമേഷനും, സെറ്റിങ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ക്രീനാണിത്. ഈ സ്ക്രീനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെസ്പോൺസീവാണ്, ഇൻഡ്യൂറ്റീവാണ്, നല്ല സ്ക്രീനാണ്. എ സിയുടെ കൺട്രോൾസും വെന്റിലേറ്റർ സീറ്റിൻ്റെ സ്വിച്ചുകളെല്ലാം സ്ക്രീനിനകത്താണ്. പിന്നെ പവർ ട്രെയിനും, സാധാരണ മാരുതിയുടെ ബോണറ്റിൽ എഞ്ചിനല്ലേ, ഇതിൻ്റെ ബോണറ്റിലെ ഓറഞ്ച് കേബിൾസ് കണ്ടോ, കൺട്രോൾ കണ്ടോ, മോട്ടർ കണ്ടോ, അതിൻ്റെ 12 വോൾട്ട് ബാറ്ററി കണ്ടോ, മൊത്തത്തിൽ നീറ്റാണല്ലേ. ഒരു കവർ കൊടുക്കാമെന്ന് വേണമെങ്കിൽ. പിന്നെ അതിൻ്റെ ചാർജിങ് പോർട്ട്, അത് ഇടതുവശത്താണ് ആ ഒരു ഫെൻഡറിൽ. പിന്നെ ആ ബൂട്ടിലെ പാഡും, ആ പാഡുകളുടെ ആ ഒരു ഡിസൈൻ കണ്ടോ, അതായത് ആ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യുമ്പോൾ ബൂട്ടിലെ ആ പാഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും വേണം. പിന്നെ ലൈറ്റുണ്ട്, സബ് വൂഫറും